ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് സംസാരിക്കുന്നത് ഡ്രൈ സ്കിന്നിനെ കുറിച്ചിട്ടാണ്. ഡ്രൈ സ്കിന്നുകാർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും ഡ്രൈ സ്കിൻ മാറാൻ വേണ്ടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ omega-3 ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയ ഫുഡ് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. പ്രത്യേകിച്ച് ഈ ഫാറ്റി ഫിഷസ്, അതായത് ഈ ചാള പോലുള്ള മീനുകൾ നമ്മൾ കൂടുതലും ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. പുറത്തുള്ളവരാണെങ്കിൽ അവർക്ക് സാൽമൺ ഒക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ സോപ്പിട്ട് ഒത്തിരി നേരം കുളിക്കുന്നത് അത്ര നല്ലതല്ല. നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് ഡ്രൈ ആക്കാനായിട്ട് കാരണമാണ്. അപ്പോൾ നമ്മൾ സോപ്പൊക്കെ ഇട്ടതിന് ശേഷം പെട്ടെന്ന് കുളിച്ച് തീർക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ 3-4 വട്ടമൊക്കെ ഒരു ദിവസം സോപ്പിട്ട് കുളിക്കുന്നത് അത്ര നല്ലതല്ല. കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് അതിൻ്റെ ഒരു നാച്ചുറൽ ഓയിലുണ്ട്, അത് മൊത്തം നമ്മൾ ഡ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഷിയ ബട്ടറിൻ്റെ ഒറിജിനൽ ഫോം നമ്മൾ മോയ്സ്ചറൈസറായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഈ ലോഷൻ ഉപയോഗിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ഡ്രൈ സ്കിന്ന് ഉള്ളവരും ഇല്ലാത്തവരും നമുക്ക് ബോഡിയിൽ ഷിയ ബട്ടർ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്ക് സ്കിന്ന് പെട്ടെന്ന് തിളങ്ങാനും നല്ല മോയ്സ്ചറായിട്ട് ഇരിക്കാനും ഈ റിങ്കിൾസൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ടും ഈ ഷിയ ബട്ടർ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ സൺഫ്ലവർ ഓയിൽ, സാഫ്ലവർ ഓയിൽ, കനോല ഓയിൽ, സോയാബീൻ ഓയിൽ ഇതൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. നമുക്ക് നമ്മുടെ കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കണം. പുറത്തുള്ളവരാണെങ്കിൽ ഗീ, ബട്ടർ, അതേപോലെ ഒലിവ് ഓയിൽ വെച്ച് കുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈ സ്കിന്ന് മാറ്റാനായിട്ട് വളരെയധികം സഹായിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹെൽത്തി, ബൈ.